in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. ജീവൻ തന്നോനെ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങെ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. 7-ാം മാസം ഞാനും എൻ്റെ തലമുറയും ഒരത്ഭുതം കാണാൻ പോകുന്നു. നിങ്ങൾ ഈ വചന സന്ദേശം ഉറപ്പായി കേൾക്കണം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുൾ ചെയ്തത് 34-ാമത്തെ വാക്യം, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാൾ ആകുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ 7-ാം മാസത്തെക്കുറിച്ചുള്ള ആഴമാണ് ഞാൻ നിങ്ങൾ കേൾക്കുന്നത്. ഇതാ ദൈവം മോശയോട് അരുൾ ചെയ്യുകയാണ്, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം നീ ഇസ്രായേൽ മക്കളോട് പറയണം, കൂടാര പെരുന്നാൾ ആചരിക്കണം. പഴയ നിയമത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ മാസത്തെ അതേപോലെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ തിരിച്ചറിയണം, ഇത് ഒരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ദൈവം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ അവൻ എൻ്റെ ദൈവം കൂടെയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ തലമുറയായി ദൈവത്തിൻ്റെ വിശ്വസ്തത നിലനിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നിൻ്റെ കുടുംബത്തെ ദൈവം കാണുകയാണ്. ദൈവം നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. ആഴമായി വചന പശ്ചാത്തലം ശ്രദ്ധിക്കുമ്പോൾ 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ വീടുകൾ വിട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഒരുപക്ഷെ അവർ ഫ്ലാറ്റിലോ വലിയ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഭവനങ്ങളിലോ വില്ലകളിലോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ യഹൂദൻ അവരുടെ വീടുകൾ വിട്ട് അവരുടെ കുടുംബമായി അല്ലെങ്കിൽ അവരുടെ തലമുറകളുമായി കൂടാരമടിച്ച് 7 ദിവസങ്ങൾ ജീവിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 41 വാക്യങ്ങൾ നമ്മൾ വചനം ചുരുക്കിയാണ്. 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ആഴമാണ്. സംവത്സരങ്ങൾ തോറും 7 ദിവസം യഹോവയ്ക്കായി ഈ ഉത്സവം ആചരിക്കണം. ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം. 7-ാം മാസത്തിൽ അത് ആചരിക്കണം. 42-ാമത്തെ വാക്യം, ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ 43-ാമത്തെ വാക്യം, അവരെ കൂടാരത്തിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിയുവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. 44-ാമത്തെ വാക്യം, അങ്ങനെ മോശ യഹോവയുടെ ഉത്സവങ്ങളെ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു. ഈ വചന പശ്ചാത്തലത്തിൽ നാം ഒരു കാര്യം തിരിച്ചറിയുന്ന, യഹൂദൻ അവരുടെ വീടുകളെ വിട്ട് തലമുറകളുമായി ഇതാ ഈ ദിവസങ്ങളിൽ കൂടാരങ്ങളിൽ വരികയാണ്. കൂടാരങ്ങളിൽ വന്ന പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ തലമുറയിലേക്ക് കൈമാറുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, സഭകളിൽ തലമുറകൾ കയറുന്നില്ല, കുടുംബങ്ങളിൽ തലമുറകൾ ദൈവത്തെ ആരാധിക്കുന്നില്ല. പക്ഷേ യഹൂദന്റെ തലമുറകൾ അവരുടെ വിശ്വാസത്തിൽ വളരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാ പിതാക്കന്മാർ വിശ്വസിച്ച, പിതാക്കന്മാരെ വിടുവിച്ച ദൈവത്തിൻ്റെ ആഴം അവർ കൂടാര പെരുന്നാളിൽ അല്ലെങ്കിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പെരുന്നാൾ ദിവസങ്ങളിൽ അവരുടെ തലമുറകളിലേക്ക് അവർ കൈമാറുകയാണ്. അവരുടെ ദൈവം ആരെന്ന് ഇതാ തലമുറകൾ തിരിച്ചറിയുന്നു. അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന നാള് മുതൽ അവർ കൂടാരങ്ങളിൽ പാർത്തു എന്ന് തലമുറകൾ വിശ്വസിക്കുകയും അത് ആചരിച്ചു വരികയും ചെയ്യുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ദൈവത്തെ ആഴമായി അറിയണം. എങ്ങനെയാണ് അറിയുന്നത് പ്രിയരെ? നമ്മുടെ മക്കൾ നമ്മുടെ ദൈവത്തെ എങ്ങനെ അറിയുന്നു?
ആഴമായി ഒന്നാമത്തെ തലം ഞാൻ പറയുക, നമ്മുടെ ദൈവം വിശ്വസ്തനെന്ന് പറയുവാൻ, നമ്മെ കൈവിടാത്തവരെന്ന് പറയുവാനായിട്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്ന് പറയാൻ, നമ്മെ വഴി നടത്തുന്നവരെന്ന് പറയാൻ, ഈ ദൈവം ഇന്നും നമുക്ക് വേണ്ടി വഴികൾ തുറക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം നിങ്ങൾ ബലപ്പെടണം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എൻ്റെ തലമുറകൾ എൻ്റെ പ്രതിസന്ധിയിൽ ഞാൻ എന്തു ചെയ്യുന്നു, അതാണ് അവരുടെ പ്രതിസന്ധിയിൽ അവർ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ ജീവിതത്തിൽ ഏതു സമയത്തും ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ തലമുറകളും അത് മാതൃകയാക്കി തീർക്കും. എന്നെ കേൾക്കുന്നവരെ, ഈ കാലഘട്ടങ്ങളിൽ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ അവരുടെ തലമുറയിലേക്ക് കൈമാറുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ 22-ാം തീയതി എന്ന് പറഞ്ഞാൽ 15 മുതൽ 22-ാം തീയതി ആകുമ്പോൾ 7 ദിവസമാണ്. 7-ാം ദിവസം നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ, ഈ വചനത്തിന് മാറ്റമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട്, കുറ്റം കണ്ടുപിടിക്കാതെ വചനമാണെന്ന് വിശ്വസിച്ചുകൊണ്ടൊന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ തലമുറയ്ക്കായി നിങ്ങൾ ഭവനത്തോടു കൂടെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇതാ തലമുറയായി കൈമാറുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങളുടെ മേലേക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. 119-ാം സങ്കീർത്തനം അതിൻ്റെ 89-90 വാക്യങ്ങൾ, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. 90-ാമത്തെ വാക്യം, നിന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു, ഭൂമിയെ നീ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നിന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ പിതാവിനും മാതാവിനും വേണ്ടി പ്രവർത്തിച്ച ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ ആഴം ഇതാ കൈമാറുകയാണ്. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ അധികം പ്രാഗൽഭ്യത്തോടും ആവേശത്തോടും കൂടെ ദൈവത്തെ സേവിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദിവസം ഒന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാം. പ്രിയരെ, വചനത്തിന് മാറ്റമില്ലെങ്കിൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഇന്ന് നിങ്ങളുടെ ചെവികളിൽ എത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിളിച്ചു പറയണം, എന്നോടാണ് ദൈവം ഇത് സംസാരിക്കുന്നത്, എൻ്റെ ജീവിതത്തിലാണ് ദൈവം ഇത് ഇടപെടാൻ പോകുന്നത്. കാരണം എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത മാറുന്നില്ലല്ലോ. ദൈവം വാക്കുമാറാത്തവനാണ്, ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ആ നിലകളിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ആഗ്രഹിക്കുന്നതിനെ നോക്കി ഞാൻ ഒരു പദം ഒന്ന് വിളിച്ചു പറയുക. എബ്രായ ലേഖനം 10-ാം അധ്യായം, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. നമ്മുടെ കുടുംബമടക്കം നാം ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കാൻ കാരണം എന്താണെന്നറിയോ? എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ആ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം മാറാത്തവനെന്ന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഉറച്ചു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബമടക്കം ദൈവപ്രവൃത്തി കാണാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറ പറയാൻ പോകുക, എൻ്റെ പിതാവിൻ്റെ ദൈവം ജീവിക്കുകയാണ്, എൻ്റെ മാതാവിൻ്റെ ദൈവം ജീവിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ. ഇന്ന് ഈ 22-ാം തീയതി ഈ വചന സന്ദേശം കേൾക്കും, കഴിയുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അറിയാം, മക്കളുമായി കുടുംബമടക്കം ഒരു നേരമെങ്കിലും ഉപവസിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. ഈ 7-ാം മാസം തീരുന്നതിന് മുമ്പേ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നീണ്ട നാളുകളായി തലമുറ വിവാഹം നടക്കാത്തവർ, നീണ്ട നാളുകളായിട്ട് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാതെ നിൽക്കുന്നവർ, നീണ്ട നാളുകളായിട്ട് കുടുംബമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇതാ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ, നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ, അവൻ വാക്കുമാറാത്തവനാ. ഇതാ എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണിത്. പ്രിയരെ, ബൈബിൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വിശ്വാസത്തിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചിലവർ എഴുന്നേൽക്കുകയാണ്. ഒരു അന്തരീക്ഷം നിങ്ങൾ ഉളവാക്കിയാണ് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി. 12 വർഷമായ രക്തസ്രാവസ്ത്രീ, അവൾക്ക് മുമ്പിൽ ആരെങ്കിലും അങ്ങനെ സൗഖ്യമായിട്ടുണ്ടോ എന്ന് അവൾക്ക് അറിയത്തില്ല. പക്ഷേ അവൾ വിളിച്ചു പറയുന്നു, ഞാൻ അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വിശ്വാസം അവൾ പറഞ്ഞ് ഒരു അന്തരീക്ഷം അവളുടെ മുമ്പിൽ അവൾ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ മിനിറ്റ് മുതൽ വിശ്വാസം പറയണം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ധൈര്യത്തോടൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം അനുകൂലമാണ്, എൻ്റെ ദൈവം ഈ മാസം ഒരു അത്ഭുതം ചെയ്യും. അങ്ങനെയൊക്കെ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പ്രഭാത മെസ്സേജിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് പറയും, 7-ാം മാസം ഞാനും എൻ്റെ തലമുറയിൽ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. 7-ാം മാസം എൻ്റെ ജീവിതത്തിനകത്തൊരു അസാധാരണ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിക്കുക, തലമുറയായി ഒരു വിടുതൽ കാണാൻ പോവുകയാണ്, അത്ഭുതം കാണാൻ പോവുകയാണ്. എൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന് ആ പട്ടണത്തിൽ, ആ ഭവനത്തിൽ, ആ സഭയിൽ നിങ്ങളും ഞാനും വെളിപ്പെടുത്താൻ പോവുകയാണ്. ആഴമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എബ്രായ ലേഖനം 13-ാം അധ്യായം 6-ാമത്തെ വാക്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ആകയാൽ കർത്താവ് നമുക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം.
കർത്താവ് അനുകൂലമാണെങ്കിൽ ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെടേണ്ടതിനായി വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം അനേക കുടുംബങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുക. നിങ്ങളുടെ മക്കളും കൂടെ വിശ്വസിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വരാൻ പോകും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഇന്നത്തെ ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കുക. ഞാൻ ഈ വചനത്തെ അതേപോലെ വിശ്വസിക്കുകയാണ്. 7-ാം മാസം 15 മുതൽ 7 ദിവസം കൂടാര പെരുന്നാളിനായി യഹൂദന്മാർ അവരെ ഭവനങ്ങൾ വിട്ട്, അവരെ വില്ലകൾ വിട്ട്, അല്ലെങ്കിൽ ഇതാ കൂടാരത്തിൽ വന്ന് തലമുറകളുമായി ഒരുമിച്ച് ആ വലിയ ദൈവത്തെ ആഴമായി വിശ്വസിക്കുകയും തലമുറകളിലേക്ക് ഒരു വിശ്വാസം പകരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പിതാവേ മാതാവേ എൻ്റെ കൂടെ കണ്ണുകൾ അടയ്ക്കും. നിങ്ങളും ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പാദപീഠത്തോട് അടുക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കര ഉയർത്തിപ്പിടിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ തലമുറകളുടെ മേളിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. അറിയാം, ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ ദിവസങ്ങളിൽ തലമുറകൾ ഇവരെ കൈവിട്ടു പോകുമ്പോൾ ദൈവം അവരെ മടക്കിക്കൊണ്ടുവരേണ്ടതിനായി, ഒരു അത്ഭുതം സംഭവിക്കേണ്ടതിനായി, അത്ഭുത വഴികൾ തുറക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മാതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ തലമുറ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് ഏറ്റവും നല്ലതുപോലെ പഠിക്കുകയും മാർക്ക് മേടിക്കുകയും ചെയ്തതാണ്. പക്ഷെ അവൻ ഉദ്ദേശിച്ച ജോലിയോ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സാധിക്കാതെ ഇന്നവൻ വലിയ പിന്മാറ്റത്തിലാണായിരിക്കുന്നത്. അവൻ എന്തോ ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മൃഗതുല്യനായിട്ടാണ് അവൻ ജീവിക്കുന്നത്. ഞങ്ങൾ പേടിക്കുന്നു പാസ്റ്റർ. ഹാലൂയ, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്നവരെ, അനേകരുടെ തലമുറകൾ അവരുടെ കയ്യിൽ നിൽക്കാതെ നിത്യനാശത്തിലേക്കും ദൈവത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ദിവസം ഒന്നുകൊണ്ടെന്നാൽ ദൈവം ചിലതിനെ തൊടാൻ പോവുകയാണ്. കുടുംബമായൊരു ദൈവപ്രവൃത്തി കാണാൻ പോകുകയാണ്. നിങ്ങളും എൻ്റെ കൂടെ ഈ മണിക്കൂർ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കണം. വലിയ ദൈവപ്രവർത്തികൾ അതേപോലെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായും നടക്കും. ആഴമായി വിശ്വസിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. മറ്റൊരാൾക്കും കൂടെ യൂട്യൂബ് ചാനലിലെ ലിങ്കുകൾ നിങ്ങൾ കൈമാറുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ ഈ മിനിസ്ട്രി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങൾ കടന്നു വരണമേ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.